ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എംപിയെ കുറിച്ച് ഒരു അടിസ്ഥാനരഹിതമായ ചോദ്യം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. ഈ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എംപിക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ തന്നെ മതേതരത്വത്തിനു വേണ്ടി നിലനിൽക്കുന്ന നേതാവാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായി പാർലമെന്റിനകത്ത് വാദിച്ച നേതാവാണ്. മണിപ്പൂരിൽ അവിടെ കലാപമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയി, അതിനുശേഷം പ്രേമേന്ദ്രൻ എം പി പോയി. മണിപ്പൂരിന് വേണ്ടി എത്രയോ പരിപാടികൾ നമ്മുടെ കേരളത്തിൽ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമാധാന റാലികൾ നടന്നു. ശ്രീ പ്രേമേന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ അതേ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്ന മതേതരത്വത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതീകമായ നമ്മുടെ കൊല്ലത്ത് നിന്ന് പോയി രാഹുൽ ഗാന്ധി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയാകേണ്ട ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പിയെ നിങ്ങൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ഏറ്റവും ശക്തനായ പാർലമെന്റേറിയൻ അവാർഡ് കൊടുത്തത് സംഘടനകളെ പോയി സംസാരിക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്രന്റെ അനുകൂല സംഘടനകളിൽ പരസ്യമായി പോയി സംവദിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇദ്ദേഹം ഹമാസ് അനുകൂല സംഘടനകൾ എന്നാ പറഞ്ഞത്. ഹമാസ് അല്ല, ഹമാസ് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ്. ഹമാസ് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ്. തീവ്രവാദികളല്ല. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് വിചാരിക്കുക. ഞങ്ങൾക്ക് ഹമാസ് നല്ല സംഘടന തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇദ്ദേഹം ആദ്യം മുതൽ ഇവിടെ വർഗീയത കൊണ്ടുവരിക, മധുവിന്റെ കാര്യം കൊണ്ടുവന്ന് നാളെ തിരുമുല്ലവാരത്തിന്റെ പേര് മാറ്റണമെന്ന് പറയത്തില്ലേ? നാളെ ഈ തിരുമുല്ലവാരത്തിന്റെ പേര് നിങ്ങൾ ഒന്നായല്ലോ. നിങ്ങൾ രണ്ടും ഒന്നാണല്ലോ. എപ്പോഴും ഒന്നാണല്ലോ. സ്വാഭാവികമായി ചിന്ത സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇന്ത്യൻ